നിങ്ങൾ അറിഞ്ഞതാണ് ഞാൻ ഈരാറ്റുപേട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ മിനി താലിബാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കലാപം സംഭവം എല്ലാം നോൺ ബെയിലബിളാണ്. അതിൻ്റെ അകത്തൊരു കൊലപാതകം കൂടെ ചേർത്തില്ല, ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. എനിവേ ഐ ആക്സെപ്റ്റ് ഇറ്റ്. കാരണം ഞാൻ ഈ ലാൻഡിൻ്റെ, ഈ ജീവിക്കുന്ന ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. അതിന് ലീഗലി നമുക്കത് ഫേസ് ചെയ്യാം. പോലീസിന് പൂർണ്ണമായിട്ടും അധികാരമുണ്ട്. നോൺ ബെയിലബിളാണ്. നിങ്ങൾക്കെന്നെ അറസ്റ്റ് ചെയ്യാം, റിമാൻഡ് ചെയ്യാം. നിങ്ങൾ പറയുന്ന എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനും ഞാൻ സഹകരിക്കും കൃത്യമായിട്ടും. എനിക്ക് 5-6 മണിക്കൂറിൻ്റെ സമയം തന്നാൽ മതി. ഞാൻ ഈ പറയുന്ന ഏത് സ്പോട്ടിൽ വരാം. അന്വേഷണവുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കാം. എനിക്കെന്നെ ഡീറ്റെയിൻ ചെയ്യാം. എവറിത്തിങ്. ഞാൻ എവിടെ ഒളിക്കാൻ പോകുന്നില്ല. ഇന്ന് വരെ ലൈഫിൽ എവിടെ ഒളിക്കാൻ പോയിട്ടില്ല. എല്ലാം ഫേസ് ടു ഫേസ് ഞാൻ ഡീൽ ചെയ്തൊരു വ്യക്തിയാണ്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. അത് തന്നെ എനിക്ക് പ്രൂവ് ചെയ്യാൻ എനിക്ക് അവസരം കോർട്ടിൽ കൂടെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ പോലീസ് റിപ്പോർട്ട് വെച്ച് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടുത്തെ SP റിപ്പോർട്ട്, കാർത്തിക് പറഞ്ഞിട്ട് റിപ്പോർട്ട് 1, അവിടുത്തെ മറ്റൊരു പോലീസ് റിപ്പോർട്ട്, എരുമേലിയുമായി സ്കൂളുമായി റിപ്പോർട്ട് 2, അവിടെ ഒരു പള്ളിയിൽ അച്ഛനെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, 25ഓളം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു, ആ റിപ്പോർട്ട് വേറെ. പാലയിൽ നിന്ന് പ്രകടനം, അത് പാലാ മെത്രാൻ്റെ അവിടെ നിന്ന് പ്രകടനം. എല്ലാ റിപ്പോർട്ടും ബേസ് ചെയ്ത് പോലീസിൻ്റെ നിഗമനം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെന്താ തെറ്റ്? ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ, അതായത് ബോംബെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ആ റൈറ്റിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാനൊരു അസംഷനിലെത്തി. അതായത് ബാൽ താക്കറെ ഇന്ത്യ കണ്ട 4 തീവ്രവാദികളുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് അവർ മഹാരാഷ്ട്ര മുഴുവൻ കേസുകളായിരുന്നു. നിങ്ങൾക്കറിയാം ബാൽ താക്കറെ, ഉദ്ധവ് താക്കറെ, അവരുടെ ടീം അംഗങ്ങൾ, ശിവസേന എങ്ങനെയാണ് പെരുമാറുന്നത്, എല്ലായിടത്തും കേസായിരുന്നു. ഇതേപോലെ കലാപം, മാളാകോട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തു. അതിന് അവസാനം ഹൈക്കോർട്ടിട്ട് ദൂരെ കളഞ്ഞതൊക്കെ. ഓക്കെ, തിരിച്ചു വരാം ഈരാറ്റുപേട്ടയിലോട്ട്. എനിക്ക് ഈരാറ്റുപേട്ട പോലീസിനോട് പറയാനുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾ ഇതേപോലെ നേരത്തെ എനിക്കൊരു കള്ളക്കേസ് എടുത്തു, ഈ കലാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് KP യോഹന്നാൻ്റെ അത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞാനൊരു റിപ്പോർട്ട് ചെയ്തു നേരത്തെ ഭാരതയിൽ. കാരണം അതിൻ്റെ അകത്ത് നടക്കുന്ന ചില വൃത്തികെട്ട സംഭവങ്ങൾ, കാരണം ജാതിപരമായും മതപരമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ എനിക്കെതിരെ കലാപം, നോൺ ബെയിലബിൾ എന്നൊക്കെ പറഞ്ഞ് കേസ് എടുത്തു. അവസാനം കാഞ്ഞിരപ്പള്ളി കോർട്ടിൽ ആ കേസ് ഞാൻ കണ്ടസ്റ്റ് ചെയ്ത് ഞാൻ വിജയിച്ചു. കോർട്ട് ആ കേസ് ദൂരെ കളഞ്ഞു. അതിന് ഡിസ്ചാർജ്, ഒരു കേസും ഇല്ല നിങ്ങൾക്കെതിരെ. കാരണം എനിക്കറിയാം ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ പ്രഷറൊക്കെ കൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള കേസുകൾ എടുക്കും. കാരണം സ്വാഭാവികമാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ, പോലീസിൻ്റെ പാർട്ട് അവിടെ നിൽക്കട്ടെ. നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾ എവിടെ പറയുന്നിടത്ത് ഞാൻ വരാം. എവിടെയും ഞാൻ മാറി നിൽക്കത്തില്ല, എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ കാണാം. ഓക്കെ, ഇന്ത്യയിലുണ്ട്. നിങ്ങൾ എനിക്ക് 5-6 മണിക്കൂർ സമയം തന്നാൽ മതി, ഞാൻ വരും. അടുത്ത പോയിന്റ്, ഇപ്പം അവിടുത്തെ MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് നിയമ നടപടി എടുക്കും. അവിടെ DYFI അവരാണ് കേസ് കൊടുത്തതെന്ന് അറിയാൻ സാധിക്കുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയത്തില്ല. അതേപോലെ മുസ്ലിം ലീഗ്, SDPI, പിന്നെ കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ അതായത് രാജു P. നായരും എനിക്കെതിരെ. അതായത് എനിക്കെതിരെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കുക. ഒരു ഭാഗത്ത് SDPI, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ്, മറ്റൊരു ഭാഗത്ത് അവരുടെ കൂടെ തന്നെ CPMൻ്റെ DYFIക്കാർ, ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ. അതായത് കേരളത്തിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ ഈ കാണുന്ന അവർക്ക് പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകൾ, മുസ്ലിം ലീഗ് എല്ലാവരും ചേർന്ന് എൻ്റെ ഈരാറ്റുപേട്ട ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് നോക്കുന്നത്, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം. അതുകൊണ്ടല്ലേ കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ അങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. അതും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഏതായാലും ഇത്രയും ആയ സ്ഥിതി, കാരണം നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടെ ഒരുമിച്ച് ഈരാറ്റുപേട്ടയെ പറ്റി നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടുണ്ടല്ലോ പലതും, ആ റിപ്പോർട്ടിൻ്റെ ഭാഗം കൂടെ
അവിടെയുള്ള ഈ നേതാക്കന്മാരെന്താ അറിഞ്ഞിരുന്നാൽ, കാരണം SP-യുടെ റിപ്പോർട്ടുണ്ട്, എരുമേലി റിപ്പോർട്ടുണ്ട്, ഇതിലൊക്കെ പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. പാലാ ബിഷപ്പിൻ്റെ റിപ്പോർട്ടുണ്ട്, അച്ഛൻ്റെ റിപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു മിനി താലിബാൻ. ഞാൻ പിൻവലിക്കുന്നില്ല. ഓക്കെ. രണ്ടാമത് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രത്യേകിച്ച് കോൺഗ്രസ് 2026 അധികാരത്തിൽ വരാൻ പോവുക കേരളത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ ധാരണയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ മധ്യ കേരള സഭ, ഈ മധ്യ കേരള ട്രാവൺകൂർ ആ ഭാഗത്തൊക്കെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൽ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലൊക്കെ അവിടെ ജയിക്കുന്നത് മാക്സിമം 5000, 6000, 4000, 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് അതിൻ്റെ തലയ്ക്കകത്ത് വെച്ചാൽ കൊള്ളാം. കാരണം ഈ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഇതിട്ട് കഴിഞ്ഞപ്പം ഈ പാലായിൽ നിന്നൊക്കെ ജോസ് കെ മാണിയുമായിട്ട് അടുപ്പമുള്ള പല കേരള കോൺഗ്രസ്സുകാർ എന്നെ വിളിച്ച് മെസ്സേജ് ചെയ്തു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഈ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ഇഷ്യൂവിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ ഈരാറ്റുപേട്ടയുള്ള കേരള കോൺഗ്രസ്സുകാരും ക്രൈസ്തവരും ഹിന്ദുക്കളും അവരൊന്നടങ്കം പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ, കാരണം നിങ്ങൾ പറഞ്ഞ സത്യം. കാരണം ഇത് പൂർണ്ണമായിട്ട് സത്യമായ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഈ വോട്ട്, ഇതിനകത്ത് 4000-5000 വോട്ടെന്ന് പറയുന്നത് ഈ ക്രൈസ്തവ വോട്ട് കൂടിയുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളും മറക്കരുത്. നിങ്ങൾ ഈ മുസ്ലിം പ്രീണനം, തീവ്രവാദി പ്രീണനം, ഗാസ പ്രീണനം, ഹമാസ് പ്രീണനമായിട്ട് മുന്നോട്ട് പോകുന്നവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരങ്ങ് തീരുമാനിക്കും നിങ്ങൾ ജയിക്കണോ വേണ്ടായോ. കാരണം ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഹമാസ് ആണെങ്കിലും ഗാസയാണെങ്കിലും ഇറാനിയൻ ഇഷ്യൂ ആണെങ്കിലും മത തീവ്രവാദ ഇഷ്യൂ ആണെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരുടെ അകത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിസിബിളാണ്. അത് സോഷ്യൽ മീഡിയ കാണാൻ പറ്റും. അവർക്കറിയാം ഇത് പ്രീണനമാണ്, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ തോൽപ്പിച്ച് കളയും. നിങ്ങളുടെ ധാരണയൊക്കെ തെറ്റാണ്. അതായത് ക്രൈസ്തവർക്ക് വോട്ടിന് പ്രാധാന്യമുണ്ട്. അവിടെ ജോയിൻ്റ് ആയിട്ട് ഇതിൻ്റെ കീഴിൽ ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ കയറി അങ്ങ് ജോയിൻ ചെയ്യും. രാജു പി നായരുടെ പാർട്ടിക്ക് ഈ എറണാകുളം ജില്ലയെ പോലും തന്നെ ക്ലച്ച് പിടിക്കത്തില്ല, ഉറപ്പായിട്ടങ്ങ് പറയാം. കാരണം എനിക്ക് കുറച്ച് രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്, എനിക്ക് കുറച്ച് ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളാണ്. എനിക്കൊത്തിരി കോൺഗ്രസ്സുകാരെ നേതാക്കന്മാരെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരെ അറിയാം. അവരൊക്കെ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് അവർക്കൊക്കെ അറിയാം നിങ്ങളുടെ പ്രീണനമാണ്. CPM-ന്റെ നേതാക്കന്മാർ വിളിച്ച് പറയുമ്പോൾ അറിയാം അവർക്കും അറിയാം പ്രീണനമാണ്. കാരണം അവർക്കൊക്കെ ഇത് മടുത്തു. കാരണം ഇത് ഇഷ്യൂ തന്നെയാണ് അവർക്ക്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഇസ്രായേൽ ഒരു ഇഷ്യൂ ആണ്. അപ്പം അവിടെ ഇതിനെ താറടിച്ച് കാണിക്കുമ്പോൾ അവർ വോട്ടിൽ കൂടെ പ്രതികരിക്കും. 2026 എന്ന് പറയുന്നത് ബേസിക്കലി ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണ്, ബേസിക് ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത്. CPM-ന്റെ കാര്യം തരും. പക്ഷേ ഇവിടെ ആര് ഭരിക്കാൻ വരും കൃത്യമായ രീതിയിൽ കേരളത്തിലെ ക്രൈസ്തവർ ഹിന്ദുക്കൾ അങ്ങ് തീരുമാനിക്കും. ഈ പ്രീണനം സഹിക്കാൻ പറ്റാതെ ഉറപ്പായിട്ട് രാജു പി നായരെ, ഇതെനിക്കറിയാവുന്ന വസ്തുതയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ഇഷ്യൂ ആണ്, ഇതിനെ ഓവർകം ചെയ്യാൻ പാടാം. കാരണം ആ രീതിയിലാണ് സംഭവത്തിൻ്റെ പോക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു അവസരമുണ്ട്. ഈ മിനി താലിബാൻ എന്ന ഇരാട്ടുകെട്ടെ പ്രൂവ് ചെയ്യാൻ കോടതിയിൽ എനിക്ക് കിട്ടിയ അവസരം, അത് ഞാൻ പ്രൂവ് ചെയ്തോളാം. അപ്പം അതും ഇതിനോട് ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്തവരൊക്കെ അവിടെ തന്നെ കാണണം. കാരണം നിങ്ങൾ കുളത്തിങ്കലാണെങ്കിൽ രാജു പി നായരാണ് കോൺഗ്രസിൻ്റെയും മറ്റുള്ള നേതാക്കന്മാർ. കാരണം ലീഗിൻ്റെ SDP-യുടെ കാര്യമൊക്കെ ഞാൻ വിടുവാണ്. കാരണം അവർ ആ മത തീവ്രതയെ നിങ്ങൾ ഈ പൊക്കിപ്പിടിച്ച് നടക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്നൊരു റിലീജിയസ് പൊളിറ്റിക്കൽ സോഷ്യോ പോളറൈസേഷനുണ്ട്. അതൊക്കെ നിൻ്റെ നെഞ്ചത്ത് തന്നെ വന്നടിക്കുന്നത്. നിന്നെയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വാനിഷ്ഡ് ആക്കി കളയും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി ഞാൻ കോയിൻ ചെയ്ത മിനി താലിബാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നു. പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എവിടെയും പോകുന്നില്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, ഫോൺ ചെയ്താൽ മതി, ഞാൻ വരും. എവിടെയും ഞാൻ മാറിപ്പോയി. കാരണം ഇന്ന് വരെ ഞാൻ ലൈഫിൽ എവിടെയും കേസുമായി ബന്ധപ്പെട്ട് എവിടെയും ഒളിച്ചു പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡിറ്റി ഇല്ലാതായിപ്പോൾ. പിന്നെ ഇത്രയും നാളും ഞാൻ കഴിഞ്ഞ 30 വർഷം കൊണ്ടുവന്ന ജേർണലിസത്തിന് അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് ഞാനിത് നേരിടാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് പോലീസിന് എല്ലാ രീതിയിലുള്ള സഹകരണം എൻ്റെ പക്ഷത്ത് നിന്നും ഉണ്ടായിരിക്കും. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല.
ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.